തിരുവനന്തപുരം തലസ്ഥാന നഗരി മഴയുടെ പെരുന്നാളാണ്. ശരിക്കും റോഡ് നിറയെ കുണ്ടും കുഴിയും വെള്ളക്കെട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചാടിക്കടന്ന് നമ്മളിതേ ഗാന്ധിപുരത്ത് വന്നിരിക്കുകയാണ്. ഇത് ഒരു റിസോർട്ടോ ഹോട്ടലോ ഫ്ലാറ്റോ ഒന്നുമല്ല, ഒരു വ്യക്തിയുടെ സ്വപ്ന ഭവനമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടീം ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിലെ ക്ലീനിങ് വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ വർക്കെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഭാര്യ, എൻ്റെ മക്കൾ എന്നുള്ളത് അല്ലാതെ ആളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇപ്പോൾ താഴെയാണെങ്കിലും ഏകദേശം 4 ബെഡ്റൂംസ് വരുന്നു, മുകളിൽ 3 ബെഡ്റൂം വരുന്നു, ലൈബ്രറി വരുന്നു, ഹോം തിയേറ്റർ വരുന്നു, സ്വിമ്മിംഗ് പൂൾ വരുന്നു. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടി എല്ലാവരും കൂടി ആ സ്നേഹവും ഇഷ്ടമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റൂമാണെങ്കിൽ ഈ റൂമിൻ്റെയൊക്കെ നമ്മൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സീലിംഗ് മുതൽ തന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈറ്റുകൾ, അതുപോലെ ഫാൻ, ട്യൂബ് ലൈറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ കബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ 6 സൈഡും നമ്മൾ തുടച്ച് ക്ലീനാക്കുന്നു. ബാത്റൂംസ് വെച്ചാൽ ഓരോന്നിനും അതിൻ്റേതായ ക്ലീനിങ് ലോഷനാണ്. ഇപ്പോൾ നമ്മൾ ഒരു പൈപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ആ പൈപ്പിൻ്റെ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ റിമൂവർ തന്നെയാണ് ഇടുന്നത്. സെറാമിക്കിന് അതിൻ്റെ ക്ലീനിങ് ലോഷനാണ്, ടൈലിൻ്റെ ക്ലീനിങ് ലോഷനാണ്, അതിൻ്റെ ടവലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വീടൊക്കെ ആകുമ്പോൾ അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലേബേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ സാനിറ്റൈസേഷൻ ചെയ്യും. പിന്നെ ഇപ്പോൾ കട്ടിലൊക്കെ ആണെങ്കിൽ കട്ടിലൊക്കെ മറിച്ചിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഈ ഗ്ലാസ് വിൻഡോസ് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ മാഗ്നറ്റിക് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2 സൈഡും ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ കർട്ടൻസൊക്കെ നമ്മൾ വാക്യൂം ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഏരിയകളും വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമ്മുടെ വീട് പൂർണ്ണമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒറ്റ കാര്യം സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമുക്കൊരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് വളരെ ക്ലീനാണ്. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ആ റൂമിലുള്ളത്. ഒരു ബെഡ്, ഒരു ടേബിൾ, ഒരു TV, ഇതൊക്കെ നമ്മുടെ ബെഡ്റൂമിലുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു ഹൈജീൻ ഫീൽ ചെയ്യുന്നു.
അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ക്ലീനിങ് കഴിഞ്ഞാൽ നമ്മൾ എയർ പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീടായതുകൊണ്ട് പുതിയ വീടിൻ്റെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെയിൻറ്റിങ് കഴിയുമ്പോഴും കബോർഡുകളുടെ വർക്ക് നടക്കുമ്പോഴൊക്കെ ഒത്തിരി ഡസ്റ്റ് വരും. അത് എയറിലുണ്ടാവും. ആ എയറിലുള്ള ഡസ്റ്റിൽ പോലും നമ്മൾ സക്ക് ചെയ്തെടുക്കുന്ന എക്യുപ്മെൻ്റൊക്കെ വെച്ച് ഓരോ റൂമും നമ്മൾ അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വളരെ മിഠായി പരുവത്തിൽ നമ്മൾ ഈ വീട് ക്ലീൻ ചെയ്ത് അദ്ദേഹത്തിന് നമ്മൾ ചാവി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഒരു സുന്ദര ഭവനം, ഒരു അതിസുന്ദര ഭവനമായി ഞങ്ങൾ പുറത്തിറങ്ങുന്ന സന്തോഷത്തിലാണ് ഞാനും ഞങ്ങളുടെ ടീമും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നൈബേഴ്സ് എന്ന് വേണ്ട, നിങ്ങളുടെ സർക്കിളിലുള്ള ആർക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു സർവീസായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സോഫ, ഷാമ്പു വാഷിംഗ് ആൻഡ് സ്റ്റീമിങ്, അല്ലെങ്കിൽ കർട്ടൻ വാഷിങ്, അല്ലെങ്കിൽ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ്, ഓഫീസ്, ഏതായാലും ഇതായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിലിംഗ് സർവീസുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എല്ലാ ഇതിലും നമ്മൾ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കണ്ടാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടാലൊക്കെ ഒത്തിരി സന്തോഷം. ശരി, ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.